ഹായ്. ഗൃഹനാഥൻ തൻ്റെ 3 പിഞ്ചുകുട്ടികളെയും ഭാര്യയെയും തലക്കടിച്ചു കൊന്നിട്ട് സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ആത്മഹത്യയാണ്. പുള്ളിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലെങ്കിലും കൊലയ്ക്കും ഒരു സമാധാനമായിട്ടുള്ള രീതിയിൽ കൊന്നും കളയാമല്ലോ. തലയ്ക്കടിച്ചൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെയും അത്രയധികം പ്രണയിച്ച ഭാര്യയെയും ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ ക്രൂവൽറ്റി അത് പുറത്തേക്ക് ചാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഇതിന് കാരണമായിട്ടുണ്ടാവുക? ഏറ്റവും ഇളയ കുഞ്ഞിൻ്റെ പ്രായം 7 മാസമാണ്. അപ്പോൾ ഒരു കാരണവശാലും മറ്റ് എന്തെങ്കിലും ഒരു തലം ഇതിനുണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പോലീസ് പോലും വണ്ടറിലാണ്. എല്ലാം പ്രിപ്പയർഡായി പ്രീ പ്ലാനഡായി ചെയ്തിരിക്കുന്നവരുമായിട്ട് ഭാര്യയ്ക്ക് ഇതിൽ സമ്മതമുണ്ടോ എന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തലക്കടിച്ച് കൊന്നുകളയാൻ മാത്രം പെർമിഷൻ അവർ കൊടുക്കുമോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം. പെൺകുട്ടി സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലുള്ളതാണ്. പുള്ളി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നിരുന്നാൽ പോലും വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ബാധ്യതകൾ, എല്ലാ പ്രശ്നങ്ങളും തനിച്ച് നേരിട്ട വ്യക്തിയാണ്. ഒരുപക്ഷെ ആ കുടുംബം കൂടെ നിന്നിട്ടുണ്ടാവില്ല. കുടുംബത്തിൽ നിന്ന് പെൺകുട്ടി പുറത്താക്കപ്പെട്ടിട്ടും ഉണ്ടാകാം. സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് സംഭവിച്ച മരണത്തിന് ഉത്തരവാദി ആ കുടുംബവും കൂടിയാണ്. വളരെ വളരെ ഇതായിട്ടുള്ള ഒരു വിഷയം പറയുകയാണ്. അത് മനസ്സിലാകുമോ, ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. പൊതുവിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു നമ്മളുടെ കുഞ്ഞുങ്ങൾ ആണോ അതോ പെണ്ണോ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്. എന്ത് വന്നാലും അവരെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യുക, പോയി നോക്കാനോ സഹകരിക്കാനോ തയ്യാറാകാത്ത മാതാപിതാക്കളുണ്ട്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ മരണത്തിലേക്ക്, അതായത് ഇഞ്ചിഞ്ചായി മരിക്കാനുള്ള ഒരു സോഴ്സ് ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ മാതാപിതാക്കളെ കൺസിഡർ ചെയ്തില്ലല്ലോ. മാതാപിതാക്കളുടെ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ്, ഇതിനെയൊന്നും അവർ കെയർ ചെയ്തില്ലല്ലോ. അവരവരുടെ പ്രണയത്തിന് മാത്രമാണല്ലോ മൂല്യം കൊടുത്തത് എന്നൊക്കെ നമുക്ക് അവകാശവാദങ്ങൾ പറയാമെങ്കിൽ പോലും ഈ ഒരു പ്രസ്തുത വിഷയം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വിഷയം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൾക്ക് കൈകൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ മാത്രമായിട്ട് പോയിട്ടുണ്ടാകുമായിരുന്നു. ഞാനില്ലാണ്ടായാൽ എൻ്റെ ഈ 3 പിഞ്ചു മക്കളും ആ ഭാര്യയും വീണ്ടും വല്ലാത്തൊരു അനാഥത്വത്തിലേക്ക് പോകും. ആരും ഉണ്ടാകാതെ അവർ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനേക്കാൾ ഞാൻ ആക്രമിച്ച് തീർത്തേക്കാമെന്നുള്ള ബോധമായിരിക്കില്ലേ അയാളെ കൊണ്ട് ചെയ്തിട്ടുണ്ടാവുക. പെൺകുട്ടിയുടെ വീട്ടുകാർ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് ചെറിയ സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ആ ഒരു വലിയ ക്രൂരകൃത്യത്തിന് തയ്യാറാകും. ഒരു കൈ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കണ്ടെത്തിയ വരനെ തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നും അവർ സ്വമേധിയാ കണ്ടെത്ത ആളിനെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാനും ഒരു പേരൻ്റാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതുപോലൊരു മാരേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% ഞാൻ ഉൾക്കൊള്ളും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മകൻ്റെ ഇഷ്ടം, എൻ്റെ മകളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. അവർ കൊണ്ടുവരുന്നത് ഏത് ലെവലിലുള്ള ആളായിരുന്നാലും അവരാണ് ജീവിക്കേണ്ടത്. നമ്മൾ അതിന് മുമ്പ് ഒരു അലർട്ട് കൊടുക്കുക, ഇങ്ങനെയായിരിക്കണം, ഇത്രയായിരിക്കണം എന്നുള്ളത്. ഇത് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് സംവദിക്കാൻ മറന്നു പോകുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവർ ഇത്തരം ബന്ധങ്ങളിലേക്കൊക്കെ പോയി ചാടുന്നത്. സോ ഇതിൽ പൂർണ്ണമായും ഉത്തരവാദി എന്ന് പറയാൻ ആ പേരൻസ് തന്നെയാണ്. അയാൾക്ക് അയാളുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അവരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തെളിവാണ് എൻ്റെ വസ്തുവകകളൊക്കെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് എൻ്റെ ചേട്ടനാണെന്നുള്ള ഈ മരണ നോട്ട് എഴുതി വെച്ചിട്ട് പുള്ളി മരണപ്പെട്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുമ്പോൾ തനിച്ച് ചെയ്താൽ മതിയാകും. പക്ഷെ ആ കുഞ്ഞുങ്ങളെപ്പോലും അദ്ദേഹം ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ പിന്നിൽ ഉണ്ടായിരുന്ന ആ മാനസിക ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞാൽ എനിക്കപ്പുറം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കഷ്ടപ്പെടുന്നത് കാണണ്ട, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടണ്ട, പകരം ഞാൻ കൊന്നു കളഞ്ഞേക്കാം എന്നൊരു തീരുമാനത്തിലായിരിക്കാം. ഇനി മറ്റ് എന്തെങ്കിലും തലമുണ്ടോ എന്ന് പോലീസ് അന്വേഷണത്തിൽ നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസത്തെ പിണക്കങ്ങൾ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കണം. കാരണം ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒറ്റയ്ക്ക് ഒരു കുടുംബം മുൻപോട്ട് കൊണ്ടുപോവുക, പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അതിനാണുള്ളത്. പേരൻസ് എന്ന് പറയുന്നത് അതിനാണ്. നമുക്ക് പെട്ടെന്ന് കൈയൊഴിയാൻ എളുപ്പമാണ്. നമ്മൾ വളർത്തി, നമ്മൾ ഇത്രയാക്കി, വിട്ടു, അങ്ങനെയല്ല. നമ്മളുടെ ഉത്തരവാദിത്വം അൺടിൽ നമ്മളുടെ മരണം വരെ ഉണ്ടാകണം. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നമ്മൾ പിൻവാങ്ങുന്നത് ചെറിയ ഈഗോയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ആ കുഞ്ഞുങ്ങളുടെ മരണം എന്നും ഇതുപോലൊരു വലിയ വേദനയായിട്ട് തന്നെ ഉണ്ടാകും. കുട്ടികളെയും അമ്മയും സംരക്ഷിക്കാൻ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉണ്ട് എന്നൊരു ചെറിയ തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദാരുണ സംഭവം നടക്കില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. വാടക വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ കുടുംബം ആ വീട്ടിനോട് അത്രയും ഇടപഴകി ജീവിച്ചു. അവർ എത്രത്തോളം നന്നായി കഴിഞ്ഞിരുന്ന ഒരു വീട്.
ആ വീട് ഇനി മറ്റൊരാൾക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇനി ആ വീട് വാടകയ്ക്ക് കൊടുക്കാനോ വിൽക്കാനോ ഒന്നിനും സാധിക്കത്തില്ല. അതിന് കമ്പോള നിലവാരത്തിൽ നിന്ന് ഇടിഞ്ഞ ഒരു നിലവാരത്തിൽ പോലും ആ വീട് വിൽക്കാൻ പറ്റത്തില്ല. അതിലേക്ക് ആർക്കും താമസിക്കാൻ പോലും താല്പര്യമുണ്ടാകത്തില്ല. ആ രീതിയിൽ ആ ഗൃഹനാഥനോട് ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ അത്. ഇതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാടക വീട് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വാടക വാങ്ങിക്കാൻ പോകാതെ ഇടയ്ക്കിടയ്ക്ക് അവരെ മീറ്റപ്പ് ചെയ്യുകയും എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് ചെറിയ രീതിയിൽ ഒന്ന് അന്വേഷിച്ച് വെക്കുകയും ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഭയാനകമായ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. വാടക വീട്ടിൽ നടന്ന ഈ സംഭവം തീർച്ചയായിട്ടും ആ ഗൃഹനാഥന് ആ വീടേ നഷ്ടപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ചിലരൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള വീടുകൾ വാങ്ങിയിട്ടായിരിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ ആകെയുള്ളൊരു ഏർണിങ്സ് എന്ന് പറയുന്നത് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്നൊരു വരുമാനമാണ്. കുറച്ച് ഈസി ആയിരിക്കും. ആയ കാലത്ത് ഉള്ള പൈസയൊക്കെ സംരംഭിച്ച് വെച്ച് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീട് ഒപ്പിച്ച് ലോണോ കടവുമോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് വാടകയ്ക്ക് വിട്ടിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദ്രോഹപരമായ ഒരു നടപടിയാണ് ഈ ചെയ്തത്. ആ വീട്ടുടമസ്ഥൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് അതിവേദന. എന്ത് ചെയ്യാൻ പറ്റും? ഞാനും വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി കൃത്യമായി സർട്ടിഫൈഡ് ആണോ ഇല്ലയോ ഒക്കെ നോക്കി അതിന് ശേഷം മാത്രമാണ് ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കുക. ഇതിൽ ക്രിമിനൽസ് വന്ന് വീട് വാടകയ്ക്ക് എടുക്കാം. അവിടെ എന്ത് ക്രയവിക്രയങ്ങൾ നടത്തിയാലും നമ്മൾ കൂടെ ഉത്തരവാദിയാകും. കാരണം ഓണർഷിപ്പ് നമ്മുടേതാണ്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയല്ല. തീർച്ചയായിട്ടും ഇത് വളരെ അപലപനീയമായ അല്ലെങ്കിൽ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ആ കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിടാമായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി അതിനകത്ത് തന്നെ ഒരുപാട് ഓർഫനേജസ് ഉണ്ടാകും. കുഞ്ഞുങ്ങൾ അവിടെ സുരക്ഷിതരായതിന് ഒരുപക്ഷെ ഈ അമ്മയും അച്ഛനും മാത്രമായി പോയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തേനെ. നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും മഹത്തരമായ കാര്യം. ഇങ്ങനെ ഉണ്ടാക്കി അതിനെ അതിദാരുണമായി തലക്കടിച്ചൊക്കെ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്ത വേദന തോന്നിയത് കൊണ്ട് മാത്രം ഈ സബ്ജക്റ്റ് ഞാൻ പറയുന്നതാണ്. എനിക്ക് പറയാൻ വാക്കുകൾ തന്നെയില്ല. ഇപ്പോഴും ഒന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ മറ്റൊരാളെ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പിണക്കം വെച്ചുകൊണ്ട് നിന്നിട്ട് ആ പിണക്കം മാറ്റി അവർക്കൊപ്പം അവർക്ക് കൈത്താങ്ങായി നിൽക്കുക. ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് അവരെ ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. കണ്ണടച്ച് അവരെ ഇനി ഇറക്കി വിടുകയല്ല ചെയ്യേണ്ടത്. ഏതായാലും ആ നഷ്ടം ആ അമ്മയ്ക്കും അച്ഛനും വലിയ വേദനയൊന്നും ഉണ്ടാക്കില്ല. കാരണം കുഞ്ഞ് പോട്ടെ, നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുകൊടുത്തതായിരുന്നല്ലോ. ക്രൂരമാണ് വാക്കുകളെങ്കിൽ പോലും ഇതങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. വാസ്തവത്തിൽ ആ കുട്ടികളെ രക്ഷിക്കാമായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡു സപ്പോർട്ട് മീ. താങ്ക് യു.